Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 7.40 പോയിൻറ്റ്സ് പോസിറ്റീവിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇന്നലെ 24,200 ലെവൽ ബ്രേക്ക് ചെയ്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 24,300 ബ്രേക്ക് ചെയ്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവസാനത്തെ ആ ഒരു ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ 24,334.55 ആണ് ഇന്നലത്തെ ഓപ്പണിംഗ്, ഇന്നലത്തെ ക്ലോസിംഗ്. ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ 24,341.95 ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു സൈഡ് വൈസ് റേഞ്ചിൽ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു 2:30 ശേഷമാണ് നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. അപ്പോൾ ഇന്ന് ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 24,400 കോൾ ഓപ്ഷൻ സെപ്റ്റംബർ മാസം 1-ാം തീയതിത്തെ എക്സ്പയറി ആണ്, വീക്ക്ലി എക്സ്പയറി. 24,350 കോൾ ഓപ്ഷൻ. ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസ് ആണ്. കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്, പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,400 പുട്ട് ഓപ്ഷൻ, അതുപോലെ തന്നെ 24,450 പുട്ട് ഓപ്ഷൻ. 24,450 24,500 സെലക്ട് ചെയ്യാം. ഈ സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇന്ന് നിഫ്റ്റി ബുള്ളിഷ് ആണോ അല്ലെങ്കിൽ ബെയറിഷ് ആണോ എന്നുള്ളത്. 24,300 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. 24,200 ലെവലിലേക്കെല്ലാം വരുന്നത് ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 24,325 ലെവലിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഒരു ഡയറക്ഷണൽ കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഡേ ഹൈയിൽ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഹൈ റീടെസ്റ്റ് ചെയ്ത് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി പ്ലാൻ ചെയ്യാം. 24,450 അഗെയിൻ ഒരു ഹയർ ഹൈ വന്നിട്ടാണോ ഫോൾ ആവുക എന്നുള്ളതൊരു കാര്യമുണ്ട്. അതേസമയം ഈ ഒരു ലെവൽ ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പുൾ ബാക്ക് വന്നിട്ടുള്ളത്. ഒരു റീടെസ്റ്റിലേക്ക് പോകുന്നുണ്ട്.
നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഹയർ ഹൈ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സ്പോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. അതേസമയം കോൾ ഓപ്ഷൻ്റെ ഡേ ഹൈ ലെവലിലേക്ക് ഇനിയും ഒരു 10-20 പോയിൻറ്റ്സ് വരാനുണ്ട്. അപ്പോൾ അതുകൂടി വന്നതിന് ശേഷം നമുക്ക് സെല് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു ഫോൾ വന്നതിന് ശേഷം ഡേ ലോ സപ്പോർട്ടിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. $122 ആണ് ഒരു റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കൺഫർമേഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. ഇപ്പോൾ 24,350 കോൾ ഓപ്ഷൻ നേരത്തെ 160 നമ്മുടെ 20 പോയിൻറ്റ്സ് കൂടി വരാനുണ്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 20 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് 15-16 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡേ ഹൈ വന്നിട്ടുള്ളത് 24,350 ഡേ ഹൈ വന്നിട്ടുള്ളത് 178.45 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ലോവർ ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ എൻട്രി എടുക്കേണ്ടി വരും ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരികയാണെങ്കിൽ. ഇപ്പം സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്ക് വന്നു, ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്നു, ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തു, പുൾ ബാക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ഹയർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീക്ക്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിലും ഒരു 350 ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ റെസിസ്റ്റൻസ് ലെവലാണല്ലോ 24,350 ലെവൽ. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വീക്ക്ലി നോക്കുമ്പോൾ 25,600 ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 1,000 പ്ലസ് വീക്ക്ലി ചാർട്ടിൻ്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇനി ഇപ്പം കുറച്ച് വീക്സ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു മൊമെൻറ്റം 22,400 ലെവലിൽ നിന്ന് വന്നിട്ടുള്ളൊരു മൊമെൻറ്റം 25,600 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അത് വരുന്ന ആഴ്ചകളിലാണ്, അതിന് കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വ്യൂ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം വരുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് 26 ഓഗസ്റ്റ് ആണ്. അപ്പോൾ എത്ര സമയമെടുക്കും നമുക്ക് ഒരു ലെവലിലേക്ക് വരാനെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഒരു 1,300 പോയിൻറ്റ്സോളം വരാനുണ്ട്, ഓൾമോസ്റ്റ് 1,200-300 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു 20 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് വരാൻ പോകുന്ന ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാം ഈ ഒരു ലെവലിൽ. അപ്പോൾ അതൊരു റിവേഴ്സലിനുള്ള കൺസോൾട്ടേഷൻ ആണോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എൻട്രി നമുക്ക് എടുക്കാം. അപ്പോൾ മേ ബി ഈ ഒരു ലെവലാണ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത് 24,350. അപ്പോൾ എഗെയിൻ 350 വരെ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഡേ ഹൈ വരാനുള്ള ചാൻസസ്, അതായത് മാർക്കറ്റ് ഡേ ലോയിലേക്ക് ഫോളോ ആവുമോ എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കാത്തിടത്തോളം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വൺസ് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തിട്ടില്ല, ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ല, അപ്പോൾ എൻട്രി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ എൻട്രി എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതിലേക്ക് നമ്മൾ കിടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും കോൾ ഓപ്ഷൻ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കോൾ ഓപ്ഷൻ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കോൾ ഓപ്ഷൻ ഇപ്പോൾ ഞാൻ എൻട്രി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. സ്പോട്ടിൽ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും കോൾ ഓപ്ഷൻ്റെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. 180 ലെവൽ പോലും വന്നിട്ടില്ല. 178 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡലിന് ശേഷം വന്നിട്ടുള്ള ഹൈ. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡലിൽ തന്നെ 178 ആണ്, 178.45 ആണ് വന്നിട്ടുള്ള ഹൈ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോവർ ലോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷനിൽ എക്സ്പെക്ട് ചെയ്യുന്ന
ആ ഒരു മൊമെൻറ്റം വരാനായിട്ടൊരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു കൺസോൾട്ടേഷൻ എന്നൊരു റിക്കവറി പുട്ട് ഓപ്ഷനിൽ വരുമോ അല്ലെങ്കിൽ മാർക്കറ്റ് ഫോളോ ആകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്തതിന് ശേഷം വൺസ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്ക് ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നോക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ഫോളോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിഫ്റ്റിയിൽ. പക്ഷേ എൻട്രി എടുത്തിട്ടില്ല. എൻട്രി എടുക്കാനായിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 150 എത്തിയിട്ടുണ്ട്. 138 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 24,500 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് നേരത്തെ ഒരു എൻട്രി 130 ലെവലിലൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ അത് 20 പോയിൻറ്റ്സ് വന്നു ഓൾറെഡി. ഇപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് വരുമോ നോക്കാം. ചെറിയൊരു പുൾ ബാക്ക് എന്തായാലും വരേണ്ടതുണ്ട്. അതിനുശേഷം എൻട്രി ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു 178 ലെവൽ ഡേ ഹൈ ലെവൽ കോൾ ഓപ്ഷൻ ഡേ ഹൈ ലെവലിലേക്ക് വന്നു. അവിടെ നിന്നും കൃത്യമായിട്ടാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺസ് ഡേ ഹൈ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ലെവൽസിൽ എൻട്രി കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ 138 വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഫോളോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ലോ ആണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല. 143 വരെയാണ് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ലോ വന്നിട്ടുള്ളത്. 143 138 ആണ് നമ്മുടെ എൻട്രി. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഡേ ലോ സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. നെക്സ്റ്റ് ഒരു എൻട്രി നമുക്ക് ഹയർ ലെവൽസിൽ തന്നെയായിരിക്കും വരിക. ആ ഒരു എൻട്രി നമുക്ക് നോക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിംഗ് വന്നിട്ടുണ്ട്. ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 124 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 24,450 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 155 ആണ്. ഇപ്പോൾ 122 എന്ന് പറയുന്നത് നേരത്തെ ഓപ്പണിങ്ങിലുണ്ടായിരുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി എടുക്കാം. 125-24 ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല. 124 ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തു. ഒരു ട്രേഡും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് ഇപ്പോൾ ഡേ ലോ ലെവൽ ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിക്കവറിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കോൾ ഓപ്ഷൻ എൻട്രി ആണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് 350 ലെവൽ, അതുപോലെ തന്നെ ഡേ ഹൈ ലെവലിലേക്കെല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വേസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഡേ ലോ സപ്പോർട്ട് ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇനിയൊരു അപ്പ് മൂവ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ അപ്പ് മൂവ് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം കോൾ ഓപ്ഷനിൽ. അപ്പോൾ ആസ് ഓഫ് നൗ ഓർഡേഴ്സ് എല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു എൻട്രി ഇതുവരെ കിട്ടിയിട്ടില്ല. സമയം 11:37 അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു
ക്ലോസിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെഡ്ജിഡ് പൊസിഷൻ എടുക്കുക എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 24,400 പുട്ട് ഓപ്ഷൻ, 400 പുട്ട് ഓപ്ഷനും അതുപോലെ തന്നെ 350 കോൾ ഓപ്ഷനും നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഹെഡ്ജിഡ് പൊസിഷൻ ഫസ്റ്റ് എൻട്രി എടുക്കുമ്പോൾ തന്നെ ഹെഡ്ജിഡ് പൊസിഷൻ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. നമ്മളൊരു ഡയറക്ഷണൽ ട്രേഡ് എടുത്തിട്ട് അത് എഗെയിൻസ്റ്റ് വരുമ്പോഴോ നമ്മളെപ്പോഴും ഹെഡ്ജ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ $115 കോൾ ഓപ്ഷനിലും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 137 ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് എത്രത്തോളം താഴേക്ക് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ലൊരു ബെയറിഷ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ പ്രോഫിറ്റ് ആവാൻ പറ്റും. അത്യാവശ്യം മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് 24,270 ലെവലാണ്. നമ്മൾ റെസിസ്റ്റൻസ് ലെവലായിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവലാണ് ഇപ്പോൾ സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200 നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി എടുക്കുമ്പോൾ തന്നെ ഹെഡ്ജ് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കാം. ഡയറക്ഷണൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും 12 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊരു പ്രോപ്പറായിട്ടൊരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നേരത്തെ നമ്മൾ 124 ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 11:08 10:25 നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡറാണ്. ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. മാക്സിമം സമയം നമ്മൾ ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്തു. അത് ലോ വന്നിട്ടുണ്ടായിരുന്നത് 127.05 ആണ്. അപ്പോൾ ഒരു 28-29 ലെവലിലേക്കാണ് വന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റീവ് ആയില്ല. ഇപ്പോൾ നമുക്ക് ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റം വരുമെന്ന് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് കൂടുതൽ ബെയറിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 270 ലെവലിൽ നല്ലൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നെറ്റ് PNL നോക്കുകയാണെങ്കിൽ 200-175 ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 12 മണിക്കാണ് ഈ ഒരു ട്രേഡ് എടുത്തത്. 12:02 എടുത്ത ട്രേഡാണ്. അപ്പോൾ 1:30 ആകുന്നു, 1:24 സമയം. അപ്പോൾ 12 മണി മുതൽ ഈ ഒരു 1 മണി കഴിയുന്നത് വരെ ഒരു സൈഡ് വേസിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യുമായിരുന്നു മാർക്കറ്റ്. അപ്പോൾ 270 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ലോവർ ലോ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇനി 24,200 ഫോളോ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് തന്നെയാണ് നിൽക്കുന്നത്. 2 ഓപ്ഷനും അത്യാവശ്യം മൂവ്മെൻറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറോളം ഈ ഒരു 24,270 ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ളൊരു പ്രോഫിറ്റിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ലോസിലേക്കും പോയിട്ടില്ല. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് പുട്ട് ഓപ്ഷനിൽ. ഇപ്പോൾ പുട്ട് ഓപ്ഷനിലൊരു 200+ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടും. ഇപ്പോൾ ഒരു 150 ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് 2 മണി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. മാർക്കറ്റ് ചെറിയൊരു റിക്കവറി വന്നിട്ടുണ്ട്. 24,290+ വന്നു.
ഇപ്പോൾ 3 മണിയാവുന്ന സമയം. പൊസിഷൻസിൽ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. പുട്ട് ഓപ്ഷൻ പ്രീമിയം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ആണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നെറ്റ് PNL നോക്കുകയാണെങ്കിൽ 900 റുപ്പീസ് ലോസിലാണ്. അപ്പോൾ 3 മണിക്കുള്ളൊരു മൂവ്മെൻറ്റ് വരുമോ നമുക്ക് നോക്കാം. ഡേ ലോയിലേക്ക് വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൈഡ് വൈസ് റേഞ്ചിൽ തന്നെ തുടരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും മാക്സിമം ഒരു 1000 വരെ ലോസ് ബെയർ ചെയ്യുന്നുള്ളൂ. 1000 വൺസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി 9000 ലോസിലാണ്. ഇപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. 897 ആണ് ലോസ്. അപ്പോൾ ഈ ഒരു 12 മണിക്കാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുന്നത്. 12 മണി മുതൽ ഒരു സൈഡ് വേസിലാണ് ഈ ഒരു മുഴുവനും സമയം ഉണ്ടായിരുന്നത്, 3 മണി വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രീമിയം നല്ല രീതിയിൽ പ്രീമിയം ഡികെ വന്നു. പുട്ട് ഓപ്ഷൻ അത്യാവശ്യം പ്രോഫിറ്റിലുണ്ടായിരുന്നു, 20 പോയിൻറ്റ്സോളം. അവിടെ നിന്നാണ് ഒരു 15 പോയിൻറ്റ്സോളം 15-16 പോയിൻറ്റ്സ് ഡൗൺ ആയിട്ടുള്ളത്. കോൾ ഓപ്ഷനിൽ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും അത് കുറച്ചുകൂടി നേരത്തെ രാവിലെ ഡേ ഹൈ ലെവലിൽ നമ്മൾ ഫോൾ എക്സ്പെക്റ്റ് ചെയ്ത സമയത്ത് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസവും അതുപോലെ തന്നെയായിരുന്നു. നമ്മുടെ ഹെഡ്ജിങ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും ഇന്ന് നമ്മൾ ഹെഡ്ജ് ചെയ്തത് ഒരേ സമയത്താണ് ഹെഡ്ജ് ചെയ്തിട്ടുള്ളത്. 12 മണിക്ക് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയത്താണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. ആദ്യത്തെ 3 ട്രേഡ് നമുക്ക് എൻട്രി കിട്ടിയില്ല. അതിനുശേഷം 12 മണിക്ക് നമുക്ക് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയത്ത് നമ്മൾ എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഒരു പ്രീമിയം ഡികെ അവസാനം ഒരു 2 മണിക്ക് ശേഷം അത്യാവശ്യം ഒന്ന് ഡൗൺ ആയിട്ടുള്ളത് പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഓവറോൾ സൈഡ് വേസ് ആയിരുന്നു ഒരു 12 മണിക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത്. സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രീമിയം കാര്യമായിട്ടുള്ളൊരു പ്രോഫിറ്റിലേക്ക് വന്നിട്ടില്ല. ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് നേരത്തെ ഒരു എൻട്രി ഇന്ന് ഓപ്പണിങ്ങിൽ ഒരു 10 മണിക്ക് മുൻപായിട്ട് നമുക്ക് ആ ഒരു എൻട്രി ഹെഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്യാവശ്യം മൊമെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു 12 മണിക്ക് ശേഷം 12 മണി വരെയാണ് മൊമെൻറ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം എടുത്തത് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടാതിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ് ചെയ്യുന്നത് നേക്കഡ് പൊസിഷൻ അത്യാവശ്യം 1500 ലോസിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഹെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രീമിയം ഡികെയും കൂടി ആകുമ്പോൾ നമുക്കൊരു 2K ലോസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിങ്കളാഴ്ച നോക്കുകയാണെങ്കിലും 900 പ്രോഫിറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഹെഡ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്ന് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മുഴുവൻ റൈഡും നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ് ചെയ്തിട്ട് നമുക്ക് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ ഏർലി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നും നമ്മൾ ഒരുമിച്ചാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എടുത്തിട്ടുള്ളത്. അതുപോലെ വരും ദിവസങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊമെൻറ്റം കറക്റ്റായിട്ടുള്ള ട്രേഡ്സ് നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിലും നമുക്ക് 1 ലോട്ടിൽ ഹെഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. വൺസ് മൂവ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സൈഡ് വേസ് ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ ഒരു ഏരിയയിൽ
പ്രോഫിറ്റ്സ് ഹെഡ് ചെയ്തിട്ട് ഭയങ്കര ഹെഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അവിടെ നമ്മൾ അത്യാവശ്യം പ്രീമിയം ഡി കെ വരുന്ന ഒരു ഏരിയ ആയിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ സൈഡ് വേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് either ഒരു ബ്രേക്ക് ഔട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് ഓരോ ലെഗായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും പ്രോഫിറ്റ്സ് കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഈ രീതിയിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ, ഒരേ സമയത്ത് എൻട്രി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്നതന്നെ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ ലോസ് നമുക്ക് ഓൾമോസ്റ്റ് 900 ആണ് ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ലോസിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പം നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.